ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞു. ഒരു മാസം എത്ര പെട്ടെന്നല്ലേ പോയത്. ഇന്നിപ്പോ പെരുന്നാളായി. നമ്മള് രാവിലെ നേരത്തെ എണീച്ചിട്ട് ഇതാ പള്ളിയിലേക്ക് പോവാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ നമ്മള് കുറച്ചേരം ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കായിരുന്നു. നല്ല എഗ് റോസ്റ്റും ബീഫിന്റെ ലിവർ ഫ്രൈയും പുട്ടും നല്ല ചായയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ സ്മൈൽ 2 എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, പക്ഷെ തീരെ ഇഷ്ടമായില്ല. ഉച്ചക്ക് നമ്മൾ ജുമക്ക് പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോ നല്ല ബിരിയാണിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. അടുക്കളയിൽ പോയപ്പോ നല്ല ദം ബിരിയാണിയും ചിക്കൻ പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചു. എന്നിട്ട് നമ്മൾ നല്ലൊരു ഡെസേർട്ട് ഒക്കെ കഴിച്ചിട്ട് ഇതാ ഉമ്മുൽ കോയിനിലേക്ക് പോവാണ്. നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇതാ നമ്മൾ ഉമ്മുൽ കോയിൻ ബീച്ചിന്റെ അവിടെ എത്തി. ഇവിടുന്ന് നമ്മൾ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് രാത്രി പോയിട്ട് നല്ല വലിയൊരു പിസ്സ കഴിച്ചു. രാത്രി വീട്ടിലെത്തിയിരുന്ന നമ്മൾ കസിൻസ് എല്ലാരും കൂടി ഫുള്ള് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി ഇരുട്ടത്തിരുന്ന് കോൺജറിങ് കണ്ടു. ഈ കോൺജറിങ് വണ്ണ് ഇപ്പൊ കണ്ടാലും ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ രാത്രിത്തെ ക്രേവിങ്സിന് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് രാവിലെ ആയപ്പോഴാണ് നമ്മൾ ഉറങ്ങണത്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി മാളിൽ പോയിട്ട് ആട് 3 ഷാജി പാപ്പനെയും കണ്ട് കുറെ പോപ്കോൺ ഒക്കെ കഴിച്ച് പിന്നെ രാത്രി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ സിറൈ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. നല്ലൊരു മൂവി ആയിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് രാവിലെയാണ് ഉറങ്ങിയത്. അങ്ങനെ പെരുന്നാൾ ലീവിന്റെ ലാസ്റ്റ് ദിവസമായി. ഇന്ന് നമ്മൾ കോർഫക്കാനിൽ പോയിട്ട് അൽസൂബ് റെസ്റ്റോറന്റ് അവിടെ ഒക്കെ പോയിട്ട് പിന്നെ രാത്രി ഡിന്നർ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നാളെ മുതൽ ഓഫീസിൽ പോകണം. ഈ പെരുന്നാൾ ലീവിന്റെ 3 ദിവസം പോയതന്നെ അറിഞ്ഞില്ല. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എല്ലാവരും കൂടി പുറത്ത് പോയല്ലോ, രാത്രി ഇരുന്ന് സിനിമ ആണല്ലോ, എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ബാക്കി കഥകൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.